എടാ ഹലോ. ഹലോ എടാ ഞാൻ സാധനം കളക്ട് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? എടാ അത് വേണോ? ഒരു പ്രാവശ്യം നോക്കടാ. അവിടെ പറ്റുമോ? ഇവിടെ പറ്റില്ല, ഞാൻ അങ്ങോട്ട് വരട്ടെ. ഇവിടെ ഇപ്പം അച്ഛനും അമ്മയില്ല, പക്ഷേ അച്ഛമ്മയും അപ്പനും ഉണ്ട്. ഒരു കാര്യം ചെയ്യ വാ. കയറുമോ? സാധനം കിട്ടിയിട്ടുണ്ട്. എടാ ഇത് വേണോ? ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കടാ. കോഴിക്കോട് പുതുപ്പാടിയിൽ ലഹരി മരുന്നിനടിമയായ മകൻ കിടപ്പ് രോഗിയായ മാതാവിനെ വെട്ടിക്കൊന്നു. കോഴിക്കോട് പുതുപ്പാടിയിൽ ലഹരി മരുന്നിനടിമയായ കിടപ്പ് രോഗിയായ മാതാവിനെ വെട്ടിക്കൊന്നു. അടിക്കണ്ടേ? എടാ നമുക്കിത് വേണ്ട, നമുക്കിത് വേണ്ട, നീ വാ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മയക്കുമരുന്ന് ദുരുപയോഗ കേസുകളിൽ കേരളത്തിൽ ഭീമാകാരമായ വർധന ഉണ്ടായിട്ടുണ്ട്. മയക്കുമരുന്നിന്റെ ഈ വ്യാപനം തടയുന്നതിൽ നമ്മുടെ അധികാരികൾ പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. MDMA പോലുള്ള കഠിനമായ സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഇന്ന് സ്കൂൾ കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ലഭ്യമാണ്. നാം ഒരാളെടുക്കുന്ന തെറ്റായ ഒരു തീരുമാനം നാളത്തെ സമൂഹത്തിനെ പോലും ഇല്ലാതാക്കിയേക്കാം. ലഹരി വിമുക്തമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം.